ആലപ്പുഴ ചെറുതലയിൽ 6 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ലയിലെ മൃഗരോഗ നിർണയ കേന്ദ്രത്തിലാണ് പരിശോധന നടത്തിയത്. ഇന്നലെ പ്രദേശവാസികളെ കടിച്ച തെരുവ് നായയെ പിന്നീട് ചത്ത നിലയിൽ കാണപ്പെട്ടിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ദേവൻ, പല സ്ഥലത്തു നിന്നും ഈ നിലയ്ക്ക് ഈ തെരുവ് നായ്കളുടെ കടിയേൽക്കുന്നതെല്ലാം പലതും പേവിഷബാധയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ മൃഗങ്ങൾക്ക് പേവിഷബാധ ഏറ്റിരിക്കുന്നു എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. തുടർച്ചയായി അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എത്ര ആളുകളെയാണ് ഈ നായ കടിച്ചിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? അച്ഛൻ, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെയും കഴിഞ്ഞ ദിവസം രാത്രിയുമായിട്ടാണ് ഇത്തരത്തിൽ 6 പേരെ, ആലപ്പുഴ ചെറുതന ഭാഗത്ത് 6 പേരെ ഈ തെരുവുനായ ആക്രമിക്കുന്നത്. 12 വയസ്സുള്ള കുട്ടി അടക്കമാണ് ഈ 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. രാത്രി വളർത്തുനായയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഈ 12 വയസ്സുള്ള കുട്ടി ആദ്യം തെരുവുനായ ആക്രമിച്ചത്. അതിനുശേഷം ഈ വീട്ടുകാർ ബഹളം വെച്ചപ്പോഴേക്കും നായ അവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങിയ മറ്റാൾക്കാരെ കൂടിയാണ് ഈ തെരുവുനായ പിന്നീട് കടിക്കുന്നത്. അതിനുശേഷം ഈ പഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ നായയെ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചത്ത നിലയിൽ തെരുവുനായെ കണ്ടെത്തിയത് നാട്ടുകാർക്ക് ഒരു ഭീതി പടർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ സാമ്പിൾ തിരുവല്ലയിലുള്ള മൃഗരോഗ നിർണയ കേന്ദ്രത്തിലെ ലാബിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ തെരുവുനായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പരിക്കേറ്റ 6 പേരെയും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വാക്സിനേഷൻ അടക്കമുള്ള ചികിത്സകൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു പേവിഷബാധ സ്ഥിരീകരിച്ചത് ഈ നാട്ടുകാരെ മാത്രമല്ല, ഈ പ്രദേശത്തുണ്ടായിരുന്ന ഈ വളർത്തുമൃഗങ്ങളെയും, ആടിനെയും ഒപ്പം തന്നെ പശുവിനെയും എല്ലാം, ഈ വീടുകളിലുണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെയും ഈ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ചെറുതന പഞ്ചായത്ത് ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. അവിടെ കൂടുതൽ ആൾക്കാർക്ക് കഴിഞ്ഞ ഈ തെരുവുനായ ഭീതിയെല്ലാം ഉണ്ടായ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ പഞ്ചായത്ത് നേതൃത്വത്തിൽ ഈ വാക്സിനേഷൻ നടപടികളും ഒപ്പം തന്നെ ഈ തെരുവുനായ വന്ധ്യീകരണം അടക്കമുള്ള നടപടികളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന് തന്നെയാണ് നാട്ടുകാർ നമ്മളോട് സംസാരിച്ചപ്പോഴെല്ലാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ പരിക്കേറ്റവർക്ക് ഇപ്പോൾ ആരോഗ്യനില ഗുരുതരമല്ല. അവർക്കെല്ലാം തന്നെ ഇന്നലെ തന്നെ ഈ വാക്സിനേഷൻ അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് ആശങ്ക പടർത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വളർത്തുമൃഗങ്ങൾക്ക് കൂടി ഈ നായയുടെ ആക്രമണം ഏറ്റിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. റൈറ്റ്, ദേവനാണ് വിവരങ്ങൾ നൽകിയത്. അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ദേവൻ, ഒരിക്കൽ കൂടി അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ധാരണയുണ്ടോ? അങ്ങനെ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ചെറുതന പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ തെരുവുനായ്ക്കളെ വന്ധ്യീകരണം അടക്കമുള്ള നടപടികളും ഒപ്പം തന്നെ ഈ അടുത്ത കാലത്താണ് മാരാരിക്കുളത്ത് ABC സെന്റർ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും. എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു പരാതി കേൾക്കുന്നുണ്ട്. മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പേവിഷബാധയേറ്റ് ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾക്ക് മതിയായ ചികിത്സാ സൗകര്യം, അതായത് വാക്സിനേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ മതിയായ രീതിയിൽ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടം ഈ തെരുവുനായ ഭീഷണി വലിയ ആശങ്കയായിട്ട് തന്നെ ഉയർത്തി കാണുന്നുണ്ട്. അതിന്റെ നടപടികൾ തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വരും ദിവസങ്ങളിലും അത്തരത്തിൽ ഒരു അനുകൂലമായ അല്ലെങ്കിൽ ഗുണകരമായ തീരുമാനങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്. 6 പേരെ കടിച്ച തെരുവ് നായ്ക്കാണ് ഇപ്പോൾ പേവിഷബാധയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത്.